നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആൻഡ് സംരംഭകൻ കൂടിയായ ആനന്ദ് കുമാറിനോട് ചോദിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ESOP ആണ്. ESOPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എംപ്ലോയി ഷെയർ ഓപ്ഷൻ പ്ലാൻ എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്ഥാപനങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മളോട് ലോയൽറ്റി കാണിക്കുകയും എബോവ് ദ ലെവൽ പോയിട്ട് പരിശ്രമിക്കുകയും എല്ലാ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മളോടൊപ്പം നിന്ന് സഹിക്കുകയും ചെയ്ത പല എംപ്ലോയീസും ഉണ്ടാവും. പിന്നെ കൂടാതെ പെർഫോമൻസ് വഴി അല്ലെങ്കിൽ അവരുടെ ഡിലിജൻസ് വഴി അവർ നമ്മുടെ സ്ഥാപനത്തിന് പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടാവും. ചെറിയ സ്ഥാപനങ്ങളിലേക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം നല്ല നല്ല എംപ്ലോയീസ് പെട്ടെന്ന് വലിയ വലിയ കമ്പനികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചേക്കേറൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ESOP ഉപയോഗിക്കപ്പെടാമെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി ശ്രീ ആനന്ദ് കുമാറിനോട് സംസാരിക്കാം. ആനന്ദ്, ഈ ESOPയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? പ്രൈമറിലി ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും ഫണ്ട്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള റോൾസിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറെ കൊണ്ടുവരണം. ആവശ്യപ്പെടുന്നത് ചിലപ്പം 36 LPA ആയിരിക്കാം, അല്ലെങ്കിൽ 48 LPA ആയിരിക്കാം. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും കൊടുക്കാനുണ്ടാകത്തില്ല, ചിലപ്പോഴും നല്ല മിക്ക കേസിലും കൊടുക്കാനുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇമാതിരിയുള്ള കേസുകളിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഫിക്സഡ് ആയിട്ടും ഇൻസെൻറ്റീവായിട്ടും ഒക്കെ എഗ്രി ചെയ്യുക. അതിന് മേളിലേക്കുള്ള എമൗണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആയിട്ട് മാറ്റി കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത സമയത്താണ് കൊടുക്കുന്നത് നമ്മൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് പ്രൂഫ് കാണുമ്പോഴാണ് കൂടി. എങ്ങനെയാണ് സാർ പലപ്പോഴും ഇത് ചെയ്യുന്നത്? ഇതിപ്പോൾ ഒരു 4 ഇയേഴ്സിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ വർഷം ഒരു ക്ലിഫ് എന്ന് പറയും, ആദ്യത്തെ വർഷം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആദ്യത്തെ വർഷം നോക്കി 6 മാസം നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർസിൻ്റെ എക്സ്ചേഞ്ച് അല്ല, ഓപ്ഷൻസിൻ്റെ എക്സ്ചേഞ്ച് ഇല്ല. ഫസ്റ്റ് ഇയർ കഴിയും, സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും ഈ ഓപ്ഷൻസിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് വെസ്റ്റ് ചെയ്തു, 25% വെസ്റ്റ് ചെയ്തു. ഈ വെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻസ് കിട്ടാനുള്ള എലിജിബിലിറ്റി ആയി. പക്ഷെ അത് ആ ടൈമിൽ അത് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. തേർഡ് ഇയറിൽ വെസ്റ്റ് ചെയ്തു, ഒരു പ്രോമിസ് ആണ്. അതായത് ഇത്ര ടൈം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഇവന്റ്, അല്ലെങ്കിൽ ഞാനൊരു IPOയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് നടക്കുന്ന ടൈമിൽ അത്രയും ഷെയർസ്, ഇപ്പോൾ 100 ഷെയർസ് ആണ്, ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും 25% ഷെയർസ് കിട്ടി, 25 ഷെയർ കിട്ടി. ഈ 25 ഷെയർ ആ ടൈമിൽ ഓപ്ഷൻ കിട്ടി. ആ 25 ഓപ്ഷൻ കൺവേർട്ട് ആവുന്നത് 4th ഇയർ അല്ലെ 5th ഇയർ, ലോക്ക് ഇൻ പീരീഡ്. അതെ. അപ്പോൾ ആ 4 ഇയേഴ്സ് കൊണ്ടാണ് ഈ ഫുൾ ഷെയർസ് കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ 100 രൂപ വിലയുള്ള ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കും ഫേസ് വാല്യൂ. അങ്ങനെയാണോ, അതിൽ കുറച്ചാണോ സാധാരണ കമ്പനികൾ കൊടുക്കുന്നത്? നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ ഫേസ് വാല്യൂയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ടൈമിൽ ആ ഷെയറിന്റെ വാല്യൂ 200 രൂപയായിരുന്നു. നമ്മൾ ഇദ്ദേഹത്തോട് എക്സർസൈസ് ചെയ്യാൻ പറയുന്നത് 100 രൂപയ്ക്കാണ്. 4 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഷെയറിന്റെ വാല്യൂ ചിലപ്പം 1000 രൂപയായിരിക്കാം. പക്ഷേ 100 രൂപയ്ക്കാണ് ഇദ്ദേഹം ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 900 റുപ്പീസ് ആണ് പുള്ളിയുടെ അപ്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ 900 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ അതാണ് പുള്ളിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. പക്ഷേ ഇതിലൊരു ചെറിയ സന്ദേഹം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നു വലിയ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ESOPക്ക് ഒരു പ്ലാൻ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓവറോൾ ലെവലിലെ ഒരു 2 to 3 to 5% ഒക്കെ ആയിരിക്കും സാധാരണ ഒരു ESOPക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. കാരണം VCs വരണം, അല്ലെങ്കിൽ PEs വരണം. അപ്പോൾ അവർക്കൊക്കെയാണ് കൂടുതലായിട്ട് അവരുടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അവരുടെ നിന്നാണ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും എംപ്ലോയിയെ നമുക്ക് റീറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 5% മാറ്റി വെച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ 5%ന് അർഹരായിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും. ചിലപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു 10 പേരായിരിക്കാം. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഒരു 20 മാറിക്കൂടാകുകയില്ല, അല്ലെങ്കിൽ 30 മാറിക്കൂടാകുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു 5% നമ്മൾ മാറ്റിവെച്ച ESOP ഷെയർ ചിലപ്പോൾ ഒരു 25-30 പേര് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നു. അപ്പം ഞാൻ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ള പ്രൊഫഷണൽസിനോട് സംസാരിക്കുമ്പോൾ അവരോട്, എന്താ സാറേ എല്ലാം കൂടി 5%, അത് 10-20 പേർക്കായിട്ടാണ് പോകുന്നത്. ചിലപ്പം 0.05 0.5 അല്ലെങ്കിൽ 0.1 0.2 ഒക്കെയാണ് കിട്ടുക.
അപ്പോൾ ഇത് കിട്ടിയിട്ട് എന്താ കാര്യം, നമുക്ക് എന്ത് കൺട്രോളാണ് ഉള്ളത്, നമുക്ക് പിന്നെ ഇതിന് വലിയ വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും, പക്ഷെ വാല്യൂ കൂടുന്നതൊക്കെ ദൈവാധീനമല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിന് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാതെ അത് അവർ വിട്ടുപോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആനന്ദിന് എന്താണ് അഭിപ്രായം? ഇതിൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഈ ഒരു 3 to 5% ആയിരിക്കും ഈ സോപ്പുകളും മാറ്റി വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് 100 ഷെയർ ആയിരിക്കാം, 500 ഷെയർ ആയിരിക്കാം. ഈ കമ്പനിയുടെ വാല്യുവേഷൻ ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ചിലപ്പം 20 കോടി അല്ലെങ്കിൽ 30 കോടിയെ വാല്യുവേഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അടുത്ത ഒരു 4 years 5 years കൊണ്ട് ഈ വാല്യുവേഷൻ 300 കോടിയോ 600 കോടിയോ അതേ നമ്പർ ഓഫ് ഷെയർസ്. കറക്റ്റ്. അപ്പോൾ നാളെ ഇതൊരു യൂണിക്കോണമായി മാറിക്കൂടാ എന്നില്ലല്ലോ. ഇപ്പം നമ്മൾ പല കമ്പനികളിലെ TCS പോലെയുള്ള പല കമ്പനികൾ, ഇൻഫോസിസ് പോലുള്ള പല കമ്പനികളിലും ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈസോപ്പ് കൊടുത്തു. ആ ഈസോപ്പിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് തന്നെ അറിയാം. അപ്പം ആ കമ്പനി ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് ഓണർഷിപ്പാണ് നമ്മളുടെ കൂടെ ഈ എംപ്ലോയി നിൽക്കുന്നത് കൊണ്ടും ഇനി അങ്ങോട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ടും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഷെയർസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യാം. അങ്ങനെയുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് മാർക്കറ്റിലുണ്ട്. നമ്മൾ പക്ഷേ ചില പ്രത്യേക കാലാവസ്ഥയിൽ, ചില പ്രത്യേക സിറ്റുവേഷനിൽ ചില വ്യക്തിത്വങ്ങൾ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ പ്രൊഫഷണലായിട്ടായിരിക്കും ജോയിൻ ചെയ്യുക, പക്ഷെ നമുക്ക് അവരെ മാനേജ്മെൻറ്റിലോട്ട് കൊണ്ടുവരാനുള്ള താല്പര്യം നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ CFO ലെവലിലൊക്കെ ആയിരിക്കും നിൽക്കുക, അവർ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലെവലിലോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ലെവലിലോ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന ESOPക്ക് അകത്ത് നിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ESOPക്ക് അകത്ത് നിർത്തണമോ അതോ നമുക്ക് വേറെ രീതിയിൽ ഹയർ ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഹയർ പെർസെൻറ്റേജ് ഷെയർ കൊടുക്കാമോ? പലപ്പോഴും കാണുന്നത് നമ്മൾക്ക് അവർക്ക് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഇല്ല. പക്ഷേ ഇതെല്ലാം കണ്ടീഷണൽ ആയതുകൊണ്ടും പലരും ചെയ്യുന്നത് ഈ ഈസോപ്പിന്റെ ഇഷ്യൂ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആകും. അതായത് ഇത്ര കമ്പനിയുടെ വാല്യുവേഷൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റഡ് ആയിട്ട് വെസ്റ്റ് ചെയ്ത് തരാം. ഞാൻ അത് 4 years കൊണ്ട് പറഞ്ഞത് മേ ബി എനിക്കത് ഷോർട്ട് ടേൺ ചെയ്യാം. അല്ലെ സെയിൽസിൽ കൊണ്ടുവന്ന ഒരു സെയിൽസ് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഡബിൾ ചെയ്ത് തരുവാണ്, ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ഓവർ പെർഫോം ചെയ്യുവാണ്. ആ പെർഫോം ചെയ്യുന്ന കേസുകളിൽ നമുക്ക് ആക്സിലറേറ്റഡ് ആയിട്ട് വെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട് ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് പലപ്പോഴും നമ്മൾ പറയുന്ന ആ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് 3 മുതൽ 5% വരെ മാത്രമാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതെന്ന് കാണുമ്പോൾ ഏകദേശം 85-90% സ്റ്റാർട്ടപ്പുകൾ സാധാരണ നിലയിൽ ചിലപ്പോൾ നിന്നിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് മൗത്ത് എക്സിസ്റ്റൻസ് പോയിരിക്കാം. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഷെയർ വാല്യൂഷൻസ് വളരെ കൂടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിൽ നമ്മൾ വെറും 3 to 5% മാത്രം വെച്ച് കഴിഞ്ഞാൽ ഈസ് ഇറ്റ് എൻ അട്രാക്റ്റീവ് പ്രൊപ്പോസിഷൻ, അതോ നമുക്കൊരു 10 to 20% വെച്ച് പോകണം എന്നാണോ? നമുക്ക് ചിലപ്പോൾ ഈ ഈസോപ്പിന്റെ എത്ര പെർസെൻറ്റേജ് മാറ്റിവെക്കണം എന്നുള്ളത് വിൽ ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റേജ് ഓഫ് ദറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ അതൊരു പ്രീ റവന്യൂ സ്റ്റാർട്ടപ്പ് ആണ്, ആൾക്കാരെ അട്രാക്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പം ഈ 3 to 5% പോരാണ്ട് വരും. മേ ബി 10 to 15% വെക്കേണ്ടി വരുമായിരിക്കും. കാര്യം ഫൗണ്ടേഴ്സിൻ്റെ ഉള്ളിൽ ഉള്ള സ്കിൽസ് ഇത്രയ്ക്കേ ഉള്ളൂ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടാലൻറ്റ് പുറത്തുനിന്ന് വരണം, ടെക്നോളജി ടാലൻറ്റ് പുറത്തുനിന്ന് വരണം. ഇങ്ങനെയുള്ള സിഗ്നിഫിക്കൻ്റ് ടാലൻറ്റ് പുറത്തുനിന്ന് വരണം. അവരെ നമ്മൾക്കൊരു കീ ടീം മെമ്പറായിട്ട്, കോർ ടീം മെമ്പറായിട്ട് കാണണം, കോഫൗണ്ടർ ഈക്വലൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പെർസെൻറ്റേജസ് ഹൈ ആയിരിക്കണം. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് 4-5 വർഷം പെർഫോം ചെയ്തു, റവന്യൂ ഉണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്. ഇനി ആ ടീം മെമ്പേഴ്സിനെ കേറ്റർ ചെയ്യുക, പുതിയ വരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് വേണം. ഇങ്ങനെയുള്ള കേസുകളിൽ 3 to 5% സഫീഷ്യൻ്റ്. കാര്യം ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ 100 കോടി എടുത്ത് അവിടെ 1% എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ 1 കോടി രൂപയുടെ വാല്യൂ ഉള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇന്നാണ് 100 കോടി രൂപ, നാളെ അത് 200 കോടി രൂപ ആകുമ്പോഴത്തേക്കും ഈ സെയിം ഷെയർസിൻ്റെ തന്നെ വാല്യൂ ഡബിളായി, 2 crores ആയി എടുക്കുന്ന വാല്യൂ. അപ്പോൾ അല്ലെങ്കിൽ 3 times ആയി. അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ടീം എഫേർട്ടാണ്. എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റോടു കൂടി പിടിച്ചാൽ മാത്രമേ ഈ 100 crores വാല്യുവേഷനിൽ നിന്ന് അത് 200 300 ആവും. അതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ് ഈ വന്നേക്കുന്ന ഈസോപ്പ് ഹോൾഡേഴ്സ്. സോ ദ ഗെയിൻ ഈസ് ആക്ച്വലി ലോങ് ടേം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 5 വർഷം 6 വർഷം ചിലപ്പോൾ 10 വർഷം അതൊക്കെ പോയി കഴിയുമ്പോഴേക്കാണ് അവരുടെ കയ്യിലിരിക്കുന്ന 100 ആണെങ്കിൽ 100 അല്ലെങ്കിൽ 200 ആണെങ്കിൽ 200 ഷെയറിന് വലിയൊരു വാല്യുവേഷൻ ഉണ്ടാകുന്നത്. പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ലെവലിലൊന്നും അവരതിന് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ വാല്യൂ ആയിട്ടോ കാണാറില്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. എന്താണ് ആനന്ദ ഇതില്? പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഗെയിംസും ലോങ് ടേം ഗെയിംസാണ്. ഈ ലോങ് ടേം ഗെയിംസ് ലോങ് ടേമിൽ നിൽക്കാനുള്ള ആൾക്കാരുടെ കൂടെ
പ്ലേ ചെയ്യുമ്പോൾ മാത്രമേ അതിനകത്തൊരു ഒരു പല കാര്യങ്ങളും ഇതിനകത്ത് കോമ്പൗണ്ട് ചെയ്യാനുണ്ട്. സ്കിൽസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് സ്കിൽസിൻ്റെ ഒരു കോമ്പിനേഷൻ, ട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് വരാനുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് സക്സസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഇതൊരു ലോങ് ടേം ഗെയിമാണ് ഉറപ്പായിട്ടും. അല്ലാതെ ഇപ്പം ഇന്ന് ഈ സോപ്പ് തന്നു നാളെ എക്സിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് യൂസ് ഇല്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് വല്ല ഡേ ട്രേഡിങ് ചെയ്യാം. ഓക്കെ. ഈ ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിനറിയാമായിരിക്കും. ആ കമ്പനിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പനി പിന്നീട് പിൽക്കാലം അത് IPOയ്ക്ക് പോയി, വളരെ സക്സസ്ഫുൾ IPOയ്ക്ക് ആയിരുന്നു. പക്ഷെ തുടക്കത്തിൽ അവർ ESOP എന്നൊരു കാര്യം ആലോചിച്ചിരുന്നു കൂടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ ESOP കൺസെപ്റ്റ് അന്ന്, ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പിക്ചറാണ്. അന്നൊരു ESOP എന്നൊരു സംഭവം ചിലപ്പോൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞാൻ വർത്തിച്ചിരുന്ന ആ കമ്പനിയിൽ വളരെ ഹൈ ലെവൽ ഓഫ് ഇൻസെൻറ്റിവൈസേഷൻ ആയിരുന്നു. ആ ഇൻസെൻറ്റിവൈസേഷൻ എന്ന് പറയുന്നത് ബോത്ത് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിരുന്നു, സബ്ജക്ട് ടു കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കുന്നതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഏർലിനെസ്, ഇതൊക്കെ ഈ സബ്ജക്റ്റിവിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ തന്നെയും സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, ഓപ്പറേഷൻസ് എല്ലായിടത്തും അവർ ഒരു വളരെ ഹൈ ലെവൽ ഓഫ് ഇൻസെൻറ്റിവൈസേഷൻ കൊണ്ടുവന്നു. അത് കൂടുതലൊരു പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇൻസെൻറ്റിവൈസേഷൻ ആയിരുന്നു, അല്ലാതെ ഒരു ലോഞ്ചിവിറ്റി ഓറിയൻറ്റഡോ അല്ലെങ്കിൽ പറയാം ലോയൽറ്റി ഓറിയൻറ്റഡോ ആയിരുന്നില്ല. പക്ഷേ എനിക്കൊക്കെ അത് വളരെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു ഇൻസെൻറ്റിവൈസേഷൻ, ബോത്ത് ആസ് ക്യാഷ് ആസ് വെൽ ആസ് കൈൻഡ്, വളരെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരു സ്റ്റാർട്ടപ്പിന് ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാനാകുമോ? സാർ, ഈ സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഈ ESOP കൺസിഡർ ചെയ്യുന്നത് തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഇതേപോലെയുള്ളൊരു റവന്യൂ സ്ട്രീം ഉണ്ടാവണമെന്നില്ല. ഓൾറെഡി തന്നെ നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ചിലപ്പോൾ വളരെ ഹൈ ആയിരിക്കും. വീണ്ടും അതിൻ്റെ അകത്ത് ഭയങ്കര ഹൈ ലെവൽ ഓഫ് ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള ഒരു മാർജിന് ചിലപ്പോൾ അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ പല റീസൺസ് കൊണ്ടാണ് നമ്മൾ ESOP എന്ന് പറയുന്ന ഒരു ടൂൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് മാർക്കറ്റ് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മേ ബി ലാർജർ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നത് പോലെയുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇൻസെൻറ്റീവ്സിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ബെസ്റ്റ് ഈ എംപ്ലോയിയെ റിവാർഡ് ചെയ്യാനും പെർഫോമൻസിനെ റിവാർഡ് ചെയ്യാനും ലോങ് ടേം ലോയൽറ്റിയെ റിവാർഡ് ചെയ്യാനും ഉള്ള ഒരു മേജർ ടൂൾ ESOP തന്നെയാണ്. ഓക്കെ ആനന്ദ്, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഇൻഫർമേഷൻ അബൌട്ട് ESOP. പ്രോബ്ലി ഇനി വരുന്ന കാലങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്കും ഏർലി വെഞ്ചേഴ്സിനും ഒക്കെ ESOP ഉപയോഗിച്ച് എംപ്ലോയി റിട്ടൻഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.